എല്ലാവർക്കും നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ ഗുരുക്കന്മാരും മുത്തശ്ശന്മാരും സഹോദരന്മാരുമാണ്. എന്തു ചെയ്യും? ഇങ്ങനെയൊരു വലിയ ധർമ്മസങ്കടത്തിലാണ് മഹാനായ യോദ്ധാവ് അർജുനൻ. അപ്പോ ഭഗവത്ഗീതയിലെ ആഴത്തിലുള്ള ദുഃഖത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും നിമിഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. നമുക്കൊരുമിച്ച് ആ വൈകാരികമായ നിമിഷങ്ങളിലൂടെ ഒന്ന് പോയി വരാം. ഈയൊരു വാക്കിൽ എല്ലാമുണ്ട്, അല്ലേ? യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് അർജുനൻ തന്റെ സാരഥിയായ ശ്രീകൃഷ്ണനോട് തന്റെ മനസ്സ് തുറക്കുന്നത്. ആ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ എല്ലാ വേദനയും നമുക്ക് കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തം ആളുകളെ കൊന്നിട്ട് കിട്ടുന്ന ഒരു വിജയവും ഒരു നേട്ടവും എനിക്ക് വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമുക്കതിൻ്റെ കാരണങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അർജുനന്റെ ആ ഒരു മാനസിക അവസ്ഥയാണ്. ആഴത്തിലുള്ള ദുഃഖം. ഒന്നോർക്കണം, അദ്ദേഹം വെറുമൊരാളല്ല, ഒരു മഹാനായ യോദ്ധാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ സംഘർഷം നടക്കുന്നുണ്ട്. താൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളോടുള്ള കരുണ, അത് അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യോദ്ധാവിൻ്റെ മനസ്സ് തകർന്നു പോകുന്ന ഒരു നിമിഷം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരി, നമുക്ക് ആ ശ്ലോകത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം. അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനിച്ച. അപ്പോ എന്താണ് ഈ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത്? അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുകയാണ്, കൃഷ്ണ, എന്റെ സ്വന്തം ആളുകളെ, എന്റെ ബന്ധുക്കളെ ഈ യുദ്ധത്തിൽ കൊന്നിട്ട് എനിക്ക് ഒരു നന്മയും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം തുടർന്നു പറയുന്നു, എനിക്ക് വിജയമൊന്നും വേണ്ട, രാജ്യവും വേണ്ട, സുഖങ്ങളും വേണ്ട. ചിന്തിച്ചു നോക്കൂ, തന്റെ പ്രിയപ്പെട്ടവരുടെ രക്തം വീഴ്ത്തിയിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു നേട്ടവും അദ്ദേഹത്തിന് ആവശ്യമില്ലെന്ന് തീർത്തു പറയുകയാണ്. ഇനി അർജുനൻ തന്റെ വിഷമം കുറച്ചുകൂടി ആഴത്തിൽ വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരുന്നു. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യമാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകാം. 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ. അപ്പോൾ 1-ാം അധ്യായത്തിലെ 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കിം നോ രാജ്യേണ ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാഃ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാസ്തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തഥാ ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ നിഹത്യധാർത്തരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന. അദ്ദേഹം തന്റെ മനസ്സിൽ ഓരോരുത്തരെയായി ഓർക്കുകയാണ്. ആരാണ് മുന്നിൽ നിൽക്കുന്നത്? അദ്ദേഹത്തെ വിദ്യ പഠിപ്പിച്ച ആചാര്യന്മാർ, പിതാക്കന്മാർ, സ്വന്തം പുത്രന്മാർ പോലും, പിന്നെ പിതാമഹന്മാർ, അമ്മാവന്മാർ, ഭാര്യാപിതാക്കന്മാർ, പേരക്കുട്ടികൾ, അളിയന്മാർ, അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ട എല്ലാവരും. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇവരെല്ലാവരും യുദ്ധത്തിൽ മരിച്ചുപോയാൽ പിന്നെ ഞാൻ ഈ വിജയം ആർക്കുവേണ്ടിയാണ് നേടുന്നത്? ഞാൻ ആരുമായിട്ടാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുക? ഈയൊരു ചിന്തയാണ് അദ്ദേഹത്തെ ആകെ തളർത്തിക്കളയുന്നത്. ഇവിടെയാണ് അർജുനൻ തന്റെ നിലപാട് ഉറപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അല്ലയോ മധുസൂദന, ഇനി അവരെന്നെ അങ്ങോട്ട് കൊല്ലുകയാണെങ്കിൽ പോലും എന്തിന്? ഈ ഭൂമിക്ക് വേണ്ടിയല്ല, 3 ലോകങ്ങളുടെ ആധിപത്യം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരെ കൊല്ലാൻ തയ്യാറല്ല. എത്ര ശക്തമായ വാക്കുകളാണെന്ന് നോക്കൂ. സ്നേഹബന്ധങ്ങൾക്ക് മുന്നിൽ ലോകത്തിലെ ഒരു വിജയത്തിനും സ്ഥാനമില്ലെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അർജുനന്റെ ഈ ദുഃഖം വെറുമൊരു വൈകാരികമായ തകർച്ച മാത്രമാണോ? അല്ല, ഇതിനൊരു ആത്മീയമായ തലം കൂടിയുണ്ട്. ഇതിന്റെ പിന്നില് വലിയൊരു തത്വചിന്ത ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളീ കാണുന്ന ലൗകിക സുഖങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. നമുക്കതിലേക്ക് കടക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അർജുനൻ കൃഷ്ണനെ ഇടയ്ക്കിടെ ഗോവിന്ദ എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? പശുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നവൻ എന്നാണ്. അപ്പോൾ അർജുനൻ ചിന്തിക്കുന്നത്, എന്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്ത് സന്തോഷമാണ് വേണ്ടതെന്ന് ഗോവിന്ദന് നന്നായി അറിയാമല്ലോ എന്നാണ്. പക്ഷെ കൃഷ്ണൻ ഇതിലൂടെ ഒരു വലിയ പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ 2 തരം പ്രേരണകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഭൗതികമായത്, അതായത് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എനിക്ക് സന്തോഷം വേണം, എനിക്ക് സുഖം വേണം എന്ന ചിന്ത. എന്നാൽ രണ്ടാമത്തേത് ആത്മീയമായതാണ്. അവിടെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയല്ല, മറിച്ച് ഗോവിന്ദന്റെ, അതായത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിലെ രസമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായും തൃപ്തിപ്പെടും. യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം ശരിക്കും അതാണ്. അപ്പോൾ
നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അർജുനന്റെ ഈ ധർമ്മസങ്കടം, ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതൊരു യോദ്ധാവിന്റെ ബലഹീനതയാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഒരു വശത്ത് തന്റെ കടമ, മറുവശത്ത് തന്റെ പ്രിയപ്പെട്ടവരോടുള്ള അനുകമ്പ, ഇവ രണ്ടും തമ്മിലുള്ളൊരു വലിയ സംഘട്ടനമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം. അർജുനൻ ഒരിക്കലും ഒരു ഭീരുവല്ല. യുദ്ധത്തെ പേടിച്ച് ഓടുന്ന ആളല്ല അദ്ദേഹം. മറിച്ച് തന്റെ ബന്ധുക്കളോടുള്ള അതിയായ സ്നേഹവും കരുണയും കാരണം ആകെ വിഷമിച്ചു പോയൊരു ധർമ്മിഷ്ഠനായ മനുഷ്യനാണ്. അപ്പോ നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? കടമയാണോ വലുത്, അതോ അനുകമ്പയാണോ? ഒരു ക്ഷത്രിയനെന്ന നിലയിൽ യുദ്ധം ചെയ്യുക എന്ന കടമയാണോ, അതോ തന്റെ കുടുംബത്തോടുള്ള സ്നേഹമാണോ അർജുനൻ തിരഞ്ഞെടുക്കേണ്ടത്? ഈ വലിയ ധർമ്മസങ്കടത്തിൽ ശരിയായ പാത ഏതാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവത്ഗീതയുടെ ബാക്കി അധ്യായങ്ങളിൽ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്നത്. ഈ വിവരണം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഗ്യാൻകോഷ് എന്ന ചാനലിൽ നിന്നാണ്. ഇതൊരു ബഹുഭാഷാ ചാനലാണ്. നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി ഇങ്ങനെ പല ഭാഷകളിലായി ആത്മീയജ്ഞാനം പങ്കുവെക്കുന്നുണ്ട്. കൂടുതൽ പ്രധാന ഭാഷകൾ ഉടൻ തന്നെ വരുന്നുമുണ്ട്. സനാതനധർമ്മത്തിലെ അമൂല്യമായ അറിവുകൾ വളരെ ലളിതമായും വ്യക്തമായും നിങ്ങളിലേക്കെത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കിപ്പോൾ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കൽപ്പനകൾ, നാരായണീയം, പിന്നെ മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും മഹാരഥന്മാരായ സന്യാസിമാരുടെ കഥകൾ, ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ എല്ലാ ദിവസവും വീഡിയോകൾ കാണാൻ സാധിക്കും, അതും പല ഭാഷകളിൽ. അപ്പോ ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഗ്യാൻകോഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദിവസവും ഇടുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ അറിവുകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ ഈ വെളിച്ചം എപ്പോഴും പ്രകാശിപ്പിച്ചു നിർത്താം.